ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് അഞ്ജദീപ്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഈസ്റ്റർ സ്പെഷ്യൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഒരു 3-4 മണിക്കൂർ നേരം ഇടുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് ആയാലും മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം മാറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് 2 പോർഷനായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചെരുകിയത് ഒരു 1/4 ഗ്ലാസോളം, അതേപോലെ തന്നെ ചോറ് 1/4 ഗ്ലാസ്, പിന്നെ നമ്മൾ പഞ്ചസാര മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അത് നല്ലത് നോക്കി ചേർക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പഴയതൊന്നും ചേർക്കരുത്, അപ്പോൾ പൊങ്ങി വരില്ല. പിന്നെ കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം മതി കേട്ടോ, കുറച്ച്. അപ്പോൾ ഒരു സെമിത്തിക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. തരിയില്ലാത്ത ഇതേപോലെ അരച്ചെടുക്കാം, മറ്റേ ബാച്ചും കൂടി അരച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മധുരം പോരെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്കായോ ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറു ചൂടുള്ള സ്ഥലത്ത് അടച്ച് വെക്കുക. 1 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പം ചെറു ചൂടുള്ള സ്ഥലം തന്നെ വേണം, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കിണ്ണെടുക്കുക, അതായത് ഒരു വലിയ പ്ലേറ്റ് പോലത്തെ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ നെയ്യ് തടവിയതിന് ശേഷം ഇത് ഒഴിച്ചിട്ട് മാവ് ഒഴിക്കുക. എന്നിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ വിതറി നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. അടിപൊളി ഐറ്റം റെഡി. നല്ല ചിക്കൻ സ്റ്റൂ കൂട്ടിയിട്ട് കഴിക്കണം. ചിക്കൻ സ്റ്റൂവിൽ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയാണ്. ഇനി എന്താ, ചിക്കൻ സ്റ്റൂ അങ്ങോട്ട് കൂട്ടി കഴിക്കുക, സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.